മുകൾ നിലയിലെ കോടതിയിലെത്താൻ ബുദ്ധിമുട്ടാണ് എന്ന അഭിഭാഷകന്റെ ഹർജിയിൽ കെ.എം. ബഷീർ കേസ് വിചാരണ നടപടികൾ നിർത്തിവെച്ചു. പ്രതിഭാഗം അഭിഭാഷകനാണ് ഹർജി നൽകിയത്. മുതിർന്ന അഭിഭാഷകൻ രാമൻ പിള്ളയാണ് പ്രതി ശ്രീറാം വെങ്കിട്ടരാമന് വേണ്ടി ഹാജരാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അനു വി.എസ്. ആണ് ചേരുന്നത്. അനു, വളരെ കാലമായി മുന്നോട്ട് പോകുന്ന ഒരു കേസാണ്. അതിലൊരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അവിടെയാണ് ഇപ്പോൾ ഇത്തരമൊരു കാരണം പറഞ്ഞ് കേസ് വീണ്ടും നീട്ടുന്നത്. വിവരം നൽകാം. സ്വതി മാധ്യമപ്രവർത്തകനായിരുന്ന കെ.എം. ബഷീറിന്റെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികളാണ് ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ശ്രീറാം വെങ്കിട്ടരാമന്റെ അഭിഭാഷകനായ മുതിർന്ന അഭിഭാഷകൻ രാമൻ പിള്ള, അദ്ദേഹത്തിന് പ്രായാധിക്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പൊ നിലവിൽ കേസ് കിടക്കുന്നത് തിരുവനന്തപുരം 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ്. ഈ കോടതി തിരുവനന്തപുരം വഞ്ചൂരിലെ കോടതി കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിലാണ്. അതായത് പടി കയറി വേണം ഈ മുകളിലേക്ക് എത്താൻ. അതുകൊണ്ട് രാമൻപിള്ള സമർപ്പിച്ച ഹർജി അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുകളിലെ നിലയിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റണം എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഹർജി നൽകിയത്. ഏതായാലും ഇക്കാര്യത്തിൽ കോടതി ഒരു അനുകൂലമായ തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി ഈ നിലവിലെ സാക്ഷികൾക്ക് അയച്ച സമൻസ് ഒക്കെ കോടതി അല്ലെങ്കിൽ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതായത് മറ്റൊരു കോടതിയിലേക്ക് അല്ലെങ്കിൽ ഈ കേസ് മാറ്റാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. നിലവിൽ ഈ കേസിന്റെ വിചാരണ നടപടികൾ വൈകിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രതിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പലതരത്തിൽ അതിന്റെ ഇതുമായി എതിർപ്പുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. പക്ഷെ പിന്നീടാണ് കോടതി വളരെ കൃത്യമായി ഈ വിചാരണ നടപടി ഉടൻ തന്നെ തുടങ്ങണം എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കോടതി തന്നെ മാറണം എന്ന ഒരു അങ്ങനെ ഒരു ആവശ്യവുമായി ശ്രീറാം വെങ്കിട്ടരാമന്റെ അഭിഭാഷകൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാതി. ശരിയാണ് വി.എസ്.